നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഓസ്ട്രേലിയയുടെ കളി ഇന്നലെ ആയിരുന്നെങ്കിലും ഓസ്ട്രേലിയൻ ആരാധകർ ഏറെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന ഒരു കളി ഇന്നുണ്ട്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ശ്രീലങ്കയിലെ പള്ളിക്കലയിൽ സിംബാബ്വേയും അയർലൻഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സിംബാബ്വെ ഒന്ന് തോറ്റുകിട്ടിയാൽ പിന്നെ സിംബാബ്വെയെ വീണ്ടും ശ്രീലങ്ക തോൽപ്പിച്ചാൽ അവിടെ ഓസ്ട്രേലിയക്കൊരു ചാൻസ് തുറന്നു വന്നേക്കും. ഓസ്ട്രേലിയക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ എല്ലാ കളികളും കഴിഞ്ഞ് ഏറ്റവും ഒടുവിലാണ് ഓസ്ട്രേലിയ ഒമാൻ മത്സരം വരുന്നത്. സോ നെറ്റ് റൺ റേറ്റിൻ്റെ ഇഷ്യൂ അവർക്ക് അവിടെ കവർ ചെയ്യാൻ കഴിഞ്ഞേക്കുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട്. പക്ഷെ അതിനൊക്കെ ഇന്ന് സിംബാബ്വെ തോൽക്കണം. അപ്പോൾ ഇന്നത്തെ മത്സരം എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രാധാന്യമുള്ളൊരു കളിയാണ്. ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാനിറങ്ങുമ്പോൾ അയർലൻഡിനും ചെറിയ പ്രതീക്ഷകളുണ്ട്. നമുക്ക് ശ്രീലങ്ക ക്വാളിഫൈഡ് ആണ്, പക്ഷേ നൗ 2 പോയിന്റുമായിട്ടാണ് അയർലൻഡ് വരുന്നതെങ്കിലും എ വിൻ അഗെയിൻസ്റ്റ് സിംബാബ്വെ അവർക്ക് 4 പോയിന്റ്, അവർക്കും 4 പോയിന്റ് ആകും. ഈ ക്വാളിഫിക്കേഷൻ സെനാരിയോയിൽ അവർക്കൊരു ജീവൻ ലഭിക്കുകയും ചെയ്യും. സിംബാബ്വെ ഫൈനൽ മാച്ചിൽ ശ്രീലങ്കയോട് പരാജയപ്പെട്ടാൽ അപ്പോൾ പിന്നെ എന്ത് സംഭവിക്കും? ഓസ്ട്രേലിയ ഒമാനെ തോൽപ്പിക്കുകയും ചെയ്താൽ എല്ലാ ടീമുകൾക്കും 4 പോയിന്റ് ആകും, എക്സെപ്റ്റ് ശ്രീലങ്ക. ശ്രീലങ്ക ഓൾറെഡി ക്വാളിഫൈ ചെയ്തു, ഇനി അവരെ നമ്മൾ നോക്കണ്ട. അപ്പോൾ അയർലൻഡിനോടും ശ്രീലങ്കയോടും സിംബാബ്വെ തോൽക്കുകയും ഓസ്ട്രേലിയ ഒമാനെ തോൽപ്പിക്കുകയും ചെയ്താൽ എല്ലാ ടീമുകൾക്കും 4 പോയിന്റ് ആകും. അപ്പോൾ പിന്നെ നെറ്റ് റൺ റേറ്റ് ആയിരിക്കും പരിഗണിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ ഗ്രൂപ്പ് മാറും. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ഓസ്ട്രേലിയ പുറത്തേക്കുള്ള വഴിയിൽ എന്ന് പറയുമ്പോഴും പൂർണ്ണമായും പുറത്തായിട്ടില്ല. മാത്തമാറ്റിക്കലി അവർക്കൊരു സാധ്യത ഇനിയും ബാക്കിയുണ്ട് എന്ന്. അത് സംഭവിക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. അതേസമയം ഈ സ്പെക്കുലേഷൻസ് ഒക്കെ അവസാനിപ്പിക്കാൻ സിംബാബ്വെക്ക് കഴിയും. ഇന്നത്തെ കളിയിൽ അവർ ജയിച്ചാൽ മതി, പിന്നെ വേറെ സ്പെക്കുലേഷൻസ് ഒന്നുമില്ല. സിംബാബ്വെ ശ്രീലങ്കക്കൊപ്പം ഈ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ 8ലേക്ക് കടന്നു പോകും. ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ 23 റൺസിൻ്റെ സ്റ്റണ്ണിങ് വിക്ടറി അവർ നേടിയത് കൊണ്ട് തന്നെ അവർ ആത്മവിശ്വാസത്തിലാണ് അയർലൻഡിനെ പരാജയപ്പെടുത്താൻ പറ്റുമെന്ന്. ആ മത്സരത്തിൽ പരിക്ക് പറ്റി ബൗളിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ പോയ സിക്കന്ദർ റസ ക്യാപ്റ്റൻ ഇന്ന് അദ്ദേഹം കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് ഈ അവസാന നിമിഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല, ഫോക്കസ് മെയിൻറ്റെയിൻ ചെയ്യുക, പെർഫോമൻസുമായിട്ട് മുന്നോട്ട് പോവുക. ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ എന്ത് നടത്തി എന്നുള്ളത് ഈ കളിക്ക് ഒരു പ്രാധാന്യവുമില്ല. ഇവിടെ നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി മുഴുവൻ സമർപ്പിച്ച് കളിച്ചെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത്രയും ഫോക്കസ്ഡ് ആയിട്ട് അവർ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അയർലൻഡിനെ സംബന്ധിച്ചിടത്തോളം 235 റൺസ് ഒമാനെതിരെ നേടുകയും 96 റൺസിൻ്റെ തകർപ്പൻ ജയം നേടുകയും ചെയ്തപ്പോൾ അവർക്ക് നെറ്റ് റൺ റേറ്റ് കുറച്ച് അനുകൂലമായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ കളി ജയിക്കുകയൊക്കെ ചെയ്താൽ അവർക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. ഈ കളിയിലേക്ക് വരുമ്പോൾ ടീം ന്യൂസ് നമ്മൾ നോക്കിയാൽ അയർലൻഡ് വിന്നിംഗ് കോമ്പിനേഷനിൽ മാറ്റം വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഒമാനെതിരെ വിജയിച്ച സെയിം ടീമിനെ ഇറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരുടെ ഒരു പ്രോബിൾ 11 ടിം ടെക്ടർ, റോസ് അഡയർ, ഹാരി ടെക്ടർ, ലോർക്കൻ ടെക്കർ, കേർട്ടിസ് ക്യാമ്പർ, ജോർജ് ഡോക്ടറൽ, ഗാരത്ത് ഡിലൈനി, മാർക്ക് അഡയർ, ജോഷ് ലിറ്റിൽ, പാരി മക്കാർത്തി, മാത്യു ഹംഫ്രൈസ്. ഇതാണ് അവരുടെ ഒരു 11 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സിംബാബ്വെയുടെ ഭാഗത്ത് എങ്കിഴാവ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ അവരുടെ പ്രോബിൾ 11 നോക്കുകയാണെങ്കിൽ ബ്രയാൻ ബെന്നറ്റ്, മഴുവാനി, ഡിയോൺ മയേഴ്സ്, സിക്കന്ദർ റസ, റിയാൻ ബേൾ, തഷിങ്ക മുസ്കീവ, ബ്രാഡ് ഇവാൻസ്, വെല്ലിംഗ്ടൺ മസാക്കട്സ, ഗ്രെയിൻ ക്രീമർ, ബ്ലെസിംഗ് മുസറബാനി, റിച്ചാർഡ് എങ്കിഴാവ. ശ്രീലങ്കയിലെ മികച്ച പിച്ചിലാണ് കളി എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മികച്ചൊരു പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി എല്ലാവരും കാത്തിരിക്കുകയാണ്. എസ്പെഷ്യലി ഓസ്ട്രേലിയൻ ആരാധകരെ കാത്തിരിക്കുന്നത് അയർലൻഡിൻ്റെ വിജയത്തിനാണ്, സിംബാബ്വെ പൊട്ടുന്നതിനാണ്. കാത്തിരിക്കാം ഇന്ന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.